ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നടന്ന LDC എക്സാം തിരുവനന്തപുരം ആരെയും വലിയ രീതിയിൽ കുഴപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആശ്വാസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കമൻസിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യ പരീക്ഷയിൽ ആശ്വാസമഴ. തൊഴിൽ വാർത്ത ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൊടുക്കാറുണ്ട്, അതേപോലെ തന്നെ കട്ട് ഓഫും കൊടുക്കാറുണ്ട്. അതാണ് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം അല്ല കേട്ടോ, തൊഴിൽ വാർത്തയിലുള്ള ഒരു കട്ട് ഓഫ് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് നോക്കി നോക്കാം അവരെന്താ പറഞ്ഞിട്ടുള്ളതെന്ന്. കടുകട്ടി ചോദ്യങ്ങൾ കൊണ്ട് ഞെട്ടിച്ചില്ല, ആത്മവിശ്വാസം കെടുത്തിയുമില്ല. ജൂലൈ 27 നടന്ന തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷയോട് ഉദ്യോഗാർത്ഥികളുടെ ആദ്യ പ്രതികരണം ഇതായിരുന്നു. വേറിട്ട ചോദ്യങ്ങളുടെ എണ്ണം പൊതുവെ കുറവായിരുന്നതിനാൽ ശരാശരി തയ്യാറെടുപ്പ് നടത്തിയവർക്ക് പോലും ആശ്വാസം പകരുന്നതായി പരീക്ഷ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളും ഇങ്ങനെ ആയാൽ മതിയായിരുന്നു എന്നാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം നമ്മുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവുക. തൊഴിൽ വാർത്തയിലെ പരിശീലനം പിന്തുടർന്നവർക്ക് ഭൂരിഭാഗം ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പൊതുവിജ്ഞാനം. പൊതുവിജ്ഞാന വിഭാഗത്തിൽ സാമ്പത്തിക ശാസ്ത്രം, ഭരണഘടനാ ഭാഗങ്ങളിലെ ചോദ്യങ്ങൾ അല്പം ആഴത്തിൽ പഠിച്ചവർക്ക് ഉത്തരം കണ്ടെത്താവുന്ന വിധത്തിലുള്ളതായിരുന്നു. റാങ്ക് നിർണ്ണയിക്കുന്നതിൽ ഈ ചോദ്യങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്നും ഉറപ്പാണ്. ശാസ്ത്ര വിഭാഗത്തിൽ 1-2 ചോദ്യം ഒഴികെയുള്ളവ കാര്യമായ വെല്ലുവിളി ഉയർത്തിയില്ല. എന്നാൽ കലാസാഹിത്യ വിഭാഗത്തിൽ മുഹിയുദ്ദീൻ മാലയിൽ നിന്ന് വന്ന വരികൾ പലരെയും കുഴക്കിയിട്ടുണ്ടാകും. പൊതുവിജ്ഞാനത്തിലെ 30ഓളം ചോദ്യങ്ങൾ പ്രസ്താവന രീതിയിലുള്ളതായിരുന്നു. എന്നാൽ മിക്ക ചോദ്യങ്ങളും ഉത്തരത്തിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഓപ്ഷനോടെ ആയതിനാൽ കാര്യമായി ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലെ 2-3 ചോദ്യം ഒഴികെയുള്ളവ എല്ലാവർക്കും ഉത്തരം കണ്ടെത്താവുന്ന വിധമുള്ളതാണ്. ഒരു ചോദ്യം ആവർത്തിച്ചതും ഒരു ചോദ്യത്തിന് ഓപ്ഷനിൽ ഉത്തരമില്ലാതിരുന്നതും കല്ലുകടിയായി. ഗണിതം, മാനസിക ശേഷി, ഇംഗ്ലീഷ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ വളരെ ലളിതമായിരുന്നു. 1-2 ചോദ്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതിൽ ശരാശരിക്കാർക്ക് പോലും മുഴുവൻ മാർക്ക് നേടാം. ഈ പരീക്ഷയിലെ മറ്റു വിഷയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിച്ച ഭാഗം മലയാളമാവാനാണ് സാധ്യത. ആശയക്കുഴപ്പമുണ്ടാക്കി നെഗറ്റീവ് മാർക്കിലേക്ക് നയിക്കാവുന്ന ഏതാനും ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടികയുടെ വലുപ്പവും പരീക്ഷയുടെ നിലവാരവും വിലയിരുത്തിയാൽ കട്ട് ഓഫ് മാർക്ക് ഇവർ പറയുന്ന ഒരു റേഞ്ച് 58-68 അതിനുള്ളിൽ ആ ഒരു റേഞ്ചിലാവാനാണ് സാധ്യത. ഇനി ട്രെൻഡ്. യോഗ്യത SSLC ആണെങ്കിലും ബിരുദതല പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മുൻതൂക്കം നൽകുന്ന ചോദ്യങ്ങളാണ് പൊതുവെ ഇപ്പോൾ കണ്ടുവരുന്നത്. 40% ചോദ്യങ്ങൾ ഈ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നവയാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഇതുകൂടി മനസ്സിൽ വെച്ചുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു. അപ്പം UPSC കഴിഞ്ഞതിന് ശേഷം അത് എഴുതിയവരുടെ കാര്യമാണ്. അതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് ഇപ്പോഴും വരാത്തവരാണ് ഭൂരിഭാഗം പേരും. അത് കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്തപ്പം പലർക്കും തോന്നിയിട്ടുണ്ടാവും, പഠിച്ചിരുന്നെങ്കിൽ ഇത് നന്നായിട്ട് എഴുതാൻ പറ്റിയേനെ, വെറുതെ സമയം കളഞ്ഞു എന്ന് തോന്നിയവരുണ്ടാവും. അല്ലെങ്കിൽ ആശ്വാസമായവരും ഉണ്ടാവും, UPSC പോലെ ഇത് കുഴപ്പിച്ചില്ലല്ലോ എന്ന് തോന്നിയവരുണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മുന്നിൽ ഇതേപോലെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പഠിച്ചില്ലല്ലോ എന്ന് മാത്രം നമുക്ക് തോന്നാൻ പാടില്ല. സോ ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി വരുന്ന എക്സാമും എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ. അപ്പോൾ ഇതിൽ ഇവർ പറയുന്ന ഒരു പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് കേട്ടോ, 58-68 ആ ഒരു റേഞ്ചിലാണ് തൊഴിൽ വാർത്ത നമ്മളോട് പറയുന്ന കട്ട് ഓഫ് മാർക്ക്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ളവർ ഇനി പരീക്ഷ കഴിഞ്ഞതോർത്തിട്ട് ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട. തൊട്ട് മുന്നിൽ ഏതാണോ പരീക്ഷ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക.